Good afternoon, all of you. Welcome back to chemistry class. Dear students, today we are going to discuss the remaining chemical properties of sulfuric acid. We are already studied about dehydrating nature and drying nature of sulfuric acid. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്? റിയാക്ഷൻ വിത്ത് സോൾട്ടും അതുപോലെ ഓക്സിഡൈസിങ് നേച്ചറുമാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. First one, reaction with the salt. Reaction with the salt. Concentrated sulfuric acid forms hydrogen chloride on reaction with the chlorides and nitric acid on reaction with the nitrates. That means ക്ലോറൈഡ്സ് അടങ്ങിയിട്ടുള്ള സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യും. അതുപോലെ നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സാൾട്ടാണ് സോഡിയം ക്ലോറൈഡ് അല്ലേ? Then sodium chloride react with the sulfuric acid to form sodium bisulfate and hydrogen chloride. NaCl plus H2SO4 gives NaHSO4 plus HCl. സോഡിയം ക്ലോറൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ബൈസൾഫേറ്റും ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ടാവുന്നു. അപ്പോൾ ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡാണ് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് നൈട്രേറ്റ് അടങ്ങിയ സാൾട്ട്. നൈട്രേറ്റ് ഉള്ള ഒരു സാൾട്ടിന് എക്സാമ്പിളാണ് പൊട്ടാസ്യം നൈട്രേറ്റ്, KNO3, പൊട്ടാസ്യം നൈട്രേറ്റ്. ഇപ്പോൾ നൈട്രേറ്റ് അടങ്ങിയ സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നൈട്രിക് ആസിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 പ്ലസ് H2SO4 gives KHSO4 പ്ലസ് HNO3. പൊട്ടാസ്യം ബൈസൾഫേറ്റ് പ്ലസ് നൈട്രിക് ആസിഡ്. അപ്പോൾ നൈട്രേറ്റ് ഉള്ള സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ നൈട്രിക് ആസിഡ് ഉണ്ടാവും. ക്ലോറൈഡ് ഉള്ള സാൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഡിസ്പ്ലേസ് വോളറ്റൈൽ ആസിഡ്സ് ഫ്രം ദർ സോൾട്ട്. ദാറ്റ് മീൻസ് ഇവിടെ ക്ലോറൈഡ് അടങ്ങിയൊരു സാൾട്ടാണ് NaCl അല്ലേ? ഈ സോഡിയം ക്ലോറൈഡിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡിന് എന്ത് കഴിയും? ഇതിലടങ്ങിയിട്ടുള്ള വോളറ്റൈൽ ആസിഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ സോഡിയം ക്ലോറൈഡിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രജൻ ക്ലോറൈഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റിൽ നിന്ന് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. വോളറ്റൈൽ ആസിഡ് എന്ന് പറയാൻ കാരണം ഹൈഡ്രജൻ ക്ലോറൈഡ് അതുപോലെ നൈട്രിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് നമുക്ക് കിട്ടുക. അതിനെ പിന്നെ ലിക്വിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ബോട്ടിലായിട്ട് വരുന്നത്. അപ്പോൾ വോളറ്റൈൽ ആസിഡ്സിനെ അതിൻ്റെ സോൾട്ടിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തിട്ടെടുക്കാൻ ആർക്ക് കഴിയും? സൾഫ്യൂരിക് ആസിഡിന് കഴിയും. This method is employed in the preparation of hydrochloric acid and nitric acid. ഇൻഡസ്ട്രിയലി നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ക്ലോറൈഡ്സ് അടങ്ങിയ സാൾട്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടും. അതുപോലെ നൈട്രേറ്റ് അടങ്ങിയ സാൾട്ടിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈട്രിക് ആസിഡ് കിട്ടും. അപ്പോൾ ഇതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ റിയാക്ഷൻ വിത്ത് സോൾട്ടുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ എന്താണ്? ക്ലോറൈഡ് അടങ്ങിയ സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടും. നൈട്രേറ്റ് അടങ്ങിയ സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൈട്രിക് ആസിഡ് കിട്ടും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ക്യാൻ ഡിസ്പ്ലേസ് വോളറ്റൈൽ ആസിഡ്സ് ഫ്രം ദെയർ സോൾട്ട്. സോൾട്ടിൽ നിന്നും വോളറ്റൈൽ ആസിഡ്സിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സൾഫ്യൂരിക് ആസിഡിന് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു കെമിക്കൽ പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് വൺ, ഓക്സിഡൈസിങ് നേച്ചർ. ഓക്സിഡൈസിങ് നേച്ചർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സൾഫ്യൂരിക് ആസിഡിന് ഓക്സിഡൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. വേറൊരു മെറ്റലിനെ ആയാലും നോൺ മെറ്റലിനെ ആയാലും ഓക്സിഡൈസ് ചെയ്യാൻ സാധിക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആൻഡ് ഓക്സിഡൈസ് ദം. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അവരെ എന്താക്കി മാറ്റും? ഓക്സൈഡ് ഫോമിലാക്കിയിട്ട് മാറ്റും. അതാണ് ഓക്സിഡൈസിങ് നേച്ചർ. അപ്പം നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റാണ് ആര്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കാർബൺ ഈസ് എ നോൺ മെറ്റൽ.
കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഉണ്ടാവും? കാർബൺ എന്തായിട്ട് മാറും? കാർബൺ ബിക്കംസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണിനെ സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്തിട്ട് അതിൻ്റെ ഓക്സൈഡാക്കി മാറ്റുന്നു. കാർബണിൻ്റെ ഓക്സൈഡ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബണിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ സൾഫർ ഡൈ ഓക്സൈഡും ഫോം ചെയ്യും. C+2H2SO4 gives CO2 plus 2H2O plus 2SO2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എലമെൻ്റൽ കാർബൺ? അതായത് ഫസ്റ്റുള്ള ഈ എലമെൻ്റൽ കാർബണിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? 0 ആണ് അല്ലേ? കാരണം നമുക്കറിയാം എലമെൻ്റൽ സ്റ്റേറ്റിൽ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്? അവിടെ ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യോ അതല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ വരിക. ദെൻ വാട്ട് എബൌട്ട് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? നിങ്ങൾക്ക് അറിയാമല്ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്താൻ എങ്ങനെയാണ്. ഇപ്പോൾ കാർബണിൽ നമ്മൾ കാർബണിൻ്റെ സിക്ക് എക്സ് കൊടുത്തു. നമുക്ക് കാർബണിൻ്റെ ഇല്ലേ കണ്ടെത്തേണ്ടത്, അപ്പോൾ എക്സ് കൊടുത്തു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? ദെൻ എക്സ് പ്ലസ് ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ -2 × 2 = 0. ഏതൊരു കോമ്പൗണ്ട് എടുത്താലും സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കണം അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 2 × -2 = 0. x - 4 = 0. ദെൻ x = +4. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണെന്ന് കിട്ടി അല്ലേ? അപ്പം ഈ ഒരു റിയാക്ഷനിൽ കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഓക്സിഡേഷൻ ആണ്. ദെൻ ഇൻ ദിസ് റിയാക്ഷൻ കാർബൺ ഓക്സിഡൈസ്ഡ് അല്ലേ? കാർബൺ ആണ് ഓക്സിഡൈസ് ചെയ്തത്. കാർബണിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഈ ഒരു പ്രോസസ്സിൽ കാർബണിന് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ്? കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ വിച്ച് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ആരാണ് നമ്മുടെ കാർബണിനെ ഓക്സിഡൈസ് ചെയ്തത്? ആരാണ് കാർബൺ ഓക്സിഡൈസ് ചെയ്യാൻ കാരണമായത്? ആരാണ്? നമ്മൾ കാർബണിലേക്ക് ആരെയാണ് ആഡ് ചെയ്തിരുന്നത്? സൾഫ്യൂരിക് ആസിഡിനെയാണ് അല്ലേ? അപ്പം സൾഫ്യൂരിക് ആസിഡ് ആണ് ഇവിടെ കാർബണിനെ ഓക്സിഡൈസ് ചെയ്തത്. ദാറ്റ് മീൻസ് സൾഫ്യൂരിക് ആസിഡ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ ദിസ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ കാർബണിനെ സൾഫ്യൂരിക് ആസിഡ് ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാവുന്നത് സൾഫ്യൂരിക് ആസിഡിന് എന്തുണ്ട്? ഓക്സിഡൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു ഗുഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് സൾഫ്യൂരിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കാർബണിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി കോപ്പറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പറിനെയും അതുപോലെ ഓക്സിഡൈസ് ചെയ്യും. Cu plus 2H2SO4 gives CuSO4 plus SO2 plus 2H2O. കോപ്പറിൻ്റെ എലമെൻ്റൽ സ്റ്റേറ്റിൽ ഇവിടെ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. ദെൻ കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറി അല്ലേ? കോപ്പർ സൾഫേറ്റിൽ കോപ്പറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? Cu2+ ആണ്. Cu2+ഉം SO4 2- ആണ് അല്ലേ? അപ്പോൾ Cuൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലേ? അപ്പം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. ഇൻ ദിസ് പ്രോസസ് കോപ്പർ ഈസ് ഓക്സിഡൈസ്ഡ്. ആരാണ് കോപ്പറിനെ ഓക്സിഡൈസ് ചെയ്തത്? ആരാണ് നമ്മൾ കോപ്പറിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സൾഫ്യൂരിക് ആസിഡിനെയാണ് അല്ലേ? അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പം നേരത്തെ കാർബൺ ഓക്സിഡൈസ് ചെയ്തു. അപ്പോൾ കാർബൺ ഓക്സിഡൈസ് ചെയ്യാൻ കാരണമായത് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് സൾഫ്യൂരിക് ആസിഡാണ്. അതുപോലെ കോപ്പറിൻ്റെ കേസിലും ഓക്സിഡൈസിങ് ഏജൻറ്റ് സൾഫ്യൂരിക് ആസിഡാണ്. അപ്പോൾ ഈ 2 കേസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായത് സൾഫ്യൂരിക് ആസിഡ് ഈസ് എ ഗുഡ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ കംപ്ലീറ്റ് ആയി. എന്തെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിച്ചു? ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ, ഡ്രൈയിങ് നേച്ചർ, റിയാക്ഷൻ വിത്ത് സോൾട്ട്, അതുപോലെ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലേ? അപ്പം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺസ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺസ് ഇത് നിങ്ങൾ +2 എത്തുന്ന സമയത്ത് ലാബിലൊക്കെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് +2 എത്തുന്ന സമയത്ത് എക്സാമിന് വരും. ഒരു സോൾട്ട് നിങ്ങളെ കയ്യിൽ തരും. ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്, എന്തെല്ലാം അയോൺസ് ആണ് ഇതിലുള്ളത് എന്ന് കണ്ടെത്താൻ പറയും. അപ്പോൾ അതിൽ സൾഫേറ്റ് അയോൺസ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതാണ്
ഇവിടെ പഠിക്കുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് അയോൺ. ഒരു സോൾട്ട് തന്നു കഴിഞ്ഞാൽ അതിൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പോൾ നമുക്ക് സൾഫേറ്റ് ഉള്ളൊരു സോൾട്ട് എടുത്തിട്ടൊന്ന് ചെയ്തു നോക്കാം. ടേക്ക് എ ലിറ്റിൽ സോഡിയം സൾഫേറ്റ് ഇൻ എ ടെസ്റ്റ് ട്യൂബ്. കുറച്ച് സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കാം. Then add 3 or 4 drops of barium chloride solution. Barium chloride BaCl2. നമ്മൾ എടുത്തിട്ടുള്ള സോഡിയം സൾഫേറ്റിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. Due to the reaction a white precipitate is formed. നമ്മൾ അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഫോം ചെയ്ത വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഏതാണെന്ന് അറിയാമോ? ദിറ്റ് ഈസ് ബേരിയം സൾഫേറ്റ്. സോഡിയം സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേരിയം സൾഫേറ്റും അതുപോലെ NaCl സോഡിയം ക്ലോറൈഡുമാണ് ഫോം ചെയ്യുക. Na2SO4 പ്ലസ് BaCl2 gives BaSO4 പ്ലസ് NaCl. സോഡിയം സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഫോം ചെയ്തിട്ടുള്ള വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ബേരിയം സൾഫേറ്റ് ആണ്. ഇനി നമ്മൾ ഒരു 4 or 5 ഡ്രോപ്സ് ഡൈല്യൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും ഈ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യില്ല. അത് അങ്ങനെ തന്നെ കിടക്കും, ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ അത് അങ്ങനെ ഡിസോൾവ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ഇതിൽ സൾഫേറ്റ് ഉണ്ട്, സൾഫേറ്റ് പ്രസൻ്റ് ആണ്. അപ്പം സൾഫേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഈ ടെസ്റ്റാണ് യൂസ് ചെയ്യുക. വിച്ച് ഈസ് ദ സബ്സ്റ്റൻസ് ഈസ് സോലുബിൾ ഇൻ വാട്ടർ എമംഗ് ദ പ്രൊഡക്റ്റ്. ഇവിടെ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായ 2 പ്രൊഡക്റ്റാണ് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും. ഇതിലേത് പ്രൊഡക്റ്റാണ് വാട്ടറിൽ സോലുബിൾ അല്ലാത്തത്? അല്ല, വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ളത് ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ് അല്ലേ, സോൾട്ട്, നമ്മുടെ സാധാ കോമൺ സോൾട്ട്. അത് സോഡിയം ക്ലോറൈഡ് വാട്ടറിൽ സോലുബിൾ ആണ്. ദെൻ വിച്ച് സബ്സ്റ്റൻസ് ഈസ് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇതിൽ ഏത് സബ്സ്റ്റൻസ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്? ബേരിയം സൾഫേറ്റ് ആണ്. ബേരിയം സൾഫേറ്റ് ഈസ് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഡസ് ദ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് വെൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഡിസോൾവ് ചെയ്യില്ല. ബേരിയം സൾഫേറ്റ് ഇൻസോലുബിൾ ആണ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ. ഇപ്പം നമ്മൾ സോഡിയം സൾഫേറ്റിലാണ് ഈ ടെസ്റ്റ് ചെയ്തത്. ഇനി നമുക്ക് മെഗ്നീഷ്യം സൾഫേറ്റ് എടുക്കാം. മെഗ്നീഷ്യം സൾഫേറ്റ് എടുത്തിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഏതാണ് ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്? ബേരിയം സൾഫേറ്റ് ആണ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ 4 or 5 ഡ്രോപ്സ് ഡൈല്യൂട്ട് HCl ചേർത്ത് കഴിഞ്ഞാൽ ഇൻസോലുബിൾ ഇൻ ഡൈല്യൂട്ട് HCl, ഇൻസോലുബിൾ ആയിരിക്കും ഡൈല്യൂട്ട് HCl. ഇനി സിങ്ക് സൾഫേറ്റ് എടുക്കാം. വേറൊരു സോൾട്ടാണ്, സൾഫേറ്റ് സോൾട്ടാണ് അല്ലേ. സിങ്ക് സൾഫേറ്റ് എടുത്തിട്ട് അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യും. ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യും. ആ ബേരിയം സൾഫേറ്റ് എന്താണ്? വൈറ്റ് കളറാണ്. വൈറ്റ് കളറ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അതും എന്താണ്? ഇൻസോലുബിൾ ഇൻ ഡൈല്യൂട്ട് HCl ആയിരിക്കും. അപ്പോൾ ഏതൊരു സൾഫേറ്റ് സോൾട്ട് എടുത്തിട്ട് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റ് ആണ്. ഈ ബേരിയം സൾഫേറ്റ് ഡൈല്യൂട്ട് HCl ഡിസോൾവ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ലാബിൽ കയറി കഴിഞ്ഞാൽ ഒരു സോൾട്ട് തന്നിട്ട് ഇതിൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സാൾട്ടിനെ എന്ത് ചെയ്യുക? ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക, അതിലേക്ക് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവുന്നുണ്ടോ നോക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 4 or 5 ഡ്രോപ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ആ സമയത്ത് അത് ഡിസോൾവ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ആ ഒരു സോൾട്ടിൽ എന്തുണ്ട്? സൾഫേറ്റ് അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെയാണ് സൾഫേറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. സൾഫേറ്റ് സോൾട്ട് റിയാക്ട് വിത്ത് ബേരിയം ക്ലോറൈഡ് ടു ഫോം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം സൾഫേറ്റ്. ഇറ്റ് ഈസ് നോട്ട് സോലുബിൾ ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്തു. അപ്പം ഈ ഒരു ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചോദിക്കും, നല്ല മാർക്കിന് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ് പഠിച്ചു കഴിഞ്ഞാൽ, കാണാതെ പഠിക്കാനും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.